KMnO4. Okay. And next question, distinguish between ethanol and ethanoic acid on the basis of litmus test and with the sodium bicarbonate. സോഡിയം ബൈകാർബണേറ്റിനെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നും വിളിക്കും. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എത്തനോൾ ആണ്. എത്തനോൾ ബേസിക്കലി അത് ഓൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം അത് ആൽക്കഹോൾ ആണ്. ദ അതർ വൺ ഈസ് എത്തനോയിക് ആസിഡ്. ethanoic acid ഗ്രൂപ്പ് അതിലുണ്ടെന്നുള്ളത് പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എത്തനോൾ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ലിറ്റ്മസ് ഓർ റെഡ് ലിറ്റ്മസ് എടുത്തു കഴിഞ്ഞാൽ ആസിഡ്സ് ആണെങ്കിൽ അത് റെഡാക്കി മാറ്റും, ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റും. ബേസ് ആണെങ്കിൽ റെഡിനെ ബ്ലൂ ആക്കി മാറ്റും. എത്തനോൾ എന്നുള്ളത് ഒരു ന്യൂട്രൽ സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ കളർ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റ് തരില്ല. എന്നാൽ എത്തനോയിക് ആസിഡ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ഇനി എത്തനോൾ ദാറ്റ് ഈസ് ടെസ്റ്റിംഗ് വിത്ത് സോഡിയം ബൈകാർബണേറ്റ് ഓർ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ NaHCO3. എത്തനോൾ ഈ സോഡിയം ബൈകാർബണേറ്റിലും ടെസ്റ്റ് ഒന്നും തരില്ല. എന്നാൽ എത്തനോയിക് ആസിഡ് contains a acid group, so brisk effervescence will happen. ഈ brisk effervescence എന്തുകൊണ്ടാണ്? brisk effervescence that is due to the evolution of carbon dioxide. ഇത്രയുമാണ് ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റും ആൻഡ് സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റും. രണ്ടും എത്തനോയിക് ആസിഡ് മാത്രമേ തരുള്ളൂ, എത്തനോൾ തരില്ല. ആൻഡ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട് PQRS. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് തന്നിട്ടുണ്ട് 2, 6. ദ ഫസ്റ്റ് വൺ P, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 2, 6. 2, 6 ആണെങ്കിൽ അത് ആറ്റോമിക് നമ്പർ 8. എലമെൻറ്റ് വിൽ ബി ഓക്സിജൻ. 281 ആണെങ്കിൽ Q281, atomic number is 11, element is sodium. And 287, that is atomic number is 17, element is chlorine. 288, atomic number 18, argon is the element is argon. Identify which element forms covalent bond with carbon. ഇതാണ് ക്വസ്റ്റ്യൻ. Which element forms covalent bond with carbon? Okay. So, first one oxygen ആണ്. Oxygen can form covalent bond with carbon like CO2, CO ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ sodium is a metal, so it cannot form any covalent compound with carbon. Okay. And chlorine is also a non-metal, and it's 17 is its atomic number. ക്ലോറിൻ കാർബണുമായിട്ട് ചേർന്ന് CCl4 എന്ന മോളിക്യൂൾ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ. സോ ക്ലോറിനും കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റാറുണ്ട്, കാർബണുമായിട്ട് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. നെക്സ്റ്റ് എലമെൻറ്റ് ഇസ് ആർഗൺ. ആർഗൺ ഒരു നോബിൾ ഗ്യാസസ് ആണ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത എലമെൻ്റ് ആണ് നോബിൾ ഗ്യാസ്, ആൻഡ് ഒക്ടറ്റ് ഈസ് കംപ്ലീറ്റഡ്. സോ ഇത് അങ്ങനെ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇതിൽ നടക്കില്ല. കോമ്പൗണ്ട്സ് ഉണ്ടാക്കില്ല. ആർഗൺ കോമ്പൗണ്ട്സ് ഉണ്ടാക്കില്ല. കാർബൺ എന്ന് മാത്രമല്ല ഒരു മോളിക്യൂളായിട്ടും കോമ്പൗണ്ട്സ് ജനറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ നോബിൾ ഗ്യാസ്, highly stable compound. Okay. So carbon can form covalent bonds with the element P and element R. P and R is the answer. And carbon reacts with an element of the above table to form several compounds. Give suitable reason. ഓക്കെ. കാർബൺ കുറേ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളൊരു ഭാഗം തന്നെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. കാർബൺ ഇത്രയും കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ള 2 റീസൺസ് ആണ് ഉള്ളത്. ഒന്ന് ടെട്രാവാലൻസി.
ദ വാലൻസി ഓഫ് കാർബൺ ഈസ് 4. അതിനെയാണ് ടെട്രാ വാലൻസി എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കാറ്റിനേഷൻ. കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് കാർബൺ ടു ഫോം ഇറ്റ്സ് ഓൺ കോമ്പൗണ്ട് ഓർ പ്രോപ്പർട്ടി ഓഫ് കാർബൺ ടു ഫോം ഇറ്റ്സ് ഓൺ ബോണ്ട് വിത്ത് അതർ കാർബൺ മോളിക്യൂൾസ്. ഓക്കെ, സി ബോണ്ട് ഉണ്ടാവുക, സി ഡബിൾ ബോണ്ട് ഉണ്ടാവുക, സി ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവുക, ഇതിനെയെല്ലാമാണ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് കാർബൺ ഏറ്റവും കൂടുതൽ കോമ്പൗണ്ട്സ് ജനറലി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ എല്ലാ പോയിൻറ്സും എഴുതുമ്പോഴാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. Next, homologous series. Find the difference in molecular mass between two consecutive numbers of homologous series. ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്ക് ആൽക്കൈൻ ഗ്രൂപ്പ് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ആൽക്കൈൻ ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ CH4 മീഥൈൻ, സെക്കൻഡ് മെമ്പർ വിത്ത് 2 carbon atom and C2H6, and third member is C3H8. ഇങ്ങനെയാണ് സീരീസ് പോകുന്നത്. ഇതിൽ ഫസ്റ്റ് മെമ്പറും സെക്കൻഡ് മെമ്പറും തമ്മിലുള്ള ഡിഫറൻസ് കാർബണിൻ്റെ നമ്പറിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? ഒരു കാർബണിലാണ് ഡിഫറൻസ് ഉള്ളത്. ആൻഡ് ഹൈഡ്രജനിൽ 2 ഹൈഡ്രജൻ്റെ വ്യത്യാസമുണ്ട്. ഇതേപോലെ സെക്കൻഡ് മെമ്പറും തേർഡ് മെമ്പറും തമ്മിലും ഒരു കാർബണിൻ്റെ വ്യത്യാസമുണ്ട്. അതുപോലെ H8 - H6 എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജനിലും വ്യത്യാസമുണ്ട്. ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസിലാണ് സീരീസ് കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള സീരീസിനെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഹോമോലോഗസ് സീരീസ് ഈസ് എ സീരീസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് വിച്ച് ഡിഫർ ഓൺലി ഇൻ എ CH2 ഗ്രൂപ്പ്. ഇതാണ് ഹോമോലോഗസ് സീരീസ്. ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസിൽ വരുന്ന സീരീസ്. ഓക്കെ, ആ CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് ആണ് അവിടെ വരുന്നത് എന്നുകൊണ്ട് തന്നെ ഒരു സിക്ക് ആറ്റോമിക് മാസ് 12 ആണ്. ഒരു ഹൈഡ്രജന് ആറ്റോമിക് മാസ് 1 ആണ്. 1 വെച്ച് 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 14U ആണ് ഒരു സീരീസിലെ ഫസ്റ്റ് മെമ്പറും സെക്കൻഡ് മെമ്പറും തമ്മിലുള്ള മോളിക്കുലാർ മാസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 14U ആണ്. ഒരു സീരീസിലെ ഫസ്റ്റ് മെമ്പറും സെക്കൻഡ് മെമ്പറും തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെയാണ് വ്യത്യാസം. ആ CH2 ഗ്രൂപ്പിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 14U ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഹോമോലോഗസ് സീരീസിലെ ആദ്യ മെമ്പറും രണ്ടാമത്തെ മെമ്പറും തമ്മിലുള്ള മോളിക്കുലാർ മാസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 14U ആയിട്ട് തന്നെ കണക്കാക്കാം. ഇനി സ്റ്റേറ്റ് ഹൗ ഇൻ എ ഹോമോലോഗസ് സീരീസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് വിൽ ഇൻക്രീസ് ഇൻ മോളിക്കുലാർ മാസ്. ഓക്കെ, സോ മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ച് MP and BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിൻറ്റ് ആൻഡ് മെൽറ്റിംഗ് പോയിൻറ്റ്. മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ച് കൂടും. As molecular mass increases, MP and BP increases. മോളിക്കുലാർ മാസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും ഇൻക്രീസ് ചെയ്യും. അതായത് ഇതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും
കൂടുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരും. ഫിസിക്കൽ പ്രോപ്പർട്ടി ചേഞ്ചസ്, ബട്ട് chemical property remains same. Chemical property, all chemical properties remains same. Chemical property same. Chemical property same. കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ, റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, കമ്പഷൻ, ലൈക്ക് ദാറ്റ് പ്രോസസ്സ്, ഇതെല്ലാം ആൽക്കൈൻസ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് റിമെയിൻസ് സെയിം. കെമിക്കൽ പ്രോപ്പർട്ടീസ് റിമെയിൻ സെയിം. ഫിസിക്കൽ പ്രോപ്പർട്ടി വാരീസ് അലോങ് വിത്ത് ദ മോളിക്കുലാർ മാസ്.